ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിലാണ് കേട്ടോ. ഇവിടെ എന്താണ് വിശേഷം നേട് കഴിഞ്ഞാൽ ആഗസ്റ്റ് മാസം 22-ാം തീയതി മുതൽ 24-ാം തീയതി വരെ നമ്മുടെ കനകക്കുന്ന് കൊട്ടാരത്തിൽ ഇതുപോലുള്ള ഒരു വലിയൊരു എക്സ്പോ ഉണ്ടായിരുന്നു കേട്ടോ. പുതുതായിട്ട് നിരത്തിൽ ഓടാൻ തയ്യാറായി നിൽക്കുന്ന ഗജവീരന്മാർ, അതായത് നമ്മുടെ ആനവണ്ടി, KSRTCയുടെ ആനവണ്ടികളുടെ പ്രദർശനവും അതുപോലെ തന്നെ മോട്ടോ എക്സ്പോയുമായിരുന്നു ഈ ഒരു പ്രദർശനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഇപ്പോൾ ആ എക്സ്പോ കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സൗജന്യമായിട്ട് അകത്ത് കയറാവുന്നതാണ് കേട്ടോ. അത് മാത്രമല്ല, വൈകുന്നേരങ്ങളിൽ നിശാഗന്ധിയിൽ വളരെ മനോഹരമായിട്ടുള്ള സ്റ്റേജ് പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. മേളയിലെ മുഖ്യ ആകർഷണം നമ്മുടെ ഗജവീരന്മാർ തന്നെയായിരുന്നു. ആദ്യം നമ്മൾ കണ്ടില്ലേ, പുതിയതായിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ പോകുന്ന പുതിയ ബസ്സുകൾ. കഴിഞ്ഞ ദിവസത്തെ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ ബസ്സിൻ്റെ ഡിസ്പ്ലേ ആയിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റുന്നത് മോട്ടോ എക്സ്പോ ആണ്. പഴയതും പുതിയതുമായിട്ടുള്ള ഒരുപാട് കാറുകളും വാഹനങ്ങളൊക്കെ നമുക്ക് ഈ മേളയിൽ ഉൾപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, കോളേജിലൊക്കെ ചെയ്യുന്ന പ്രോജക്റ്റുകളിലെ അതും സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതും മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള തിരുവനന്തപുരത്ത് നടക്കുന്ന മേളകൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ മിക്കവാറും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ അല്ലെങ്കിൽ 1-2 ദിവസം ഡിലേ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഈ മേളകളും ഫെസ്റ്റിവലും ഒന്നും നിങ്ങൾക്ക് മിസ്സാവത്തില്ല. മോട്ടോ എക്സ്പോയുടെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് കേട്ടോ. ഈ വീഡിയോ ഡിലേ ആയിപ്പോയി, അതിന് സോറി പറയുന്നു. എന്തായിരുന്നാലും ജോലി തിരക്കുകൾ കാരണമാണ് ഈ വീഡിയോ ഒന്ന് ഡിലേ ആയി പോയത്. പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന സ്റ്റോളുകൾ ഇതുപോലുള്ള പഴയതും പുതിയതുമായിട്ടുള്ള ഒരുപാട് കാറുകളുടെ പ്രദർശനം ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്നു കേട്ടോ. 2025 ഓണത്തിനോടനുബന്ധിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട്. നമ്മൾ ഉറപ്പായിട്ടും ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഒരു പ്രോത്സാഹനം മാത്രമാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കാനും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ. വൈകുന്നേര സമയം വെറുതെ ചിലവഴിക്കാൻ പറ്റുന്ന ഒരു മേളയല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടും കേട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മേളയായിരുന്നു. പിന്നെ KSRTCയുടെ തന്നെ ബഡ്ജറ്റ് ടൂറിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക കൗണ്ടർ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ KSRTC നടത്തുന്ന ടൂറിസ്റ്റ് പാക്കേജുകളുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു. അത് ഇനിയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് കിട്ടും. ആദ്യം കണ്ടതുപോലെ തന്നെ അവസാന ഭാഗത്തും ഇതുപോലെ തന്നെ ഗജവീരന്മാരെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. പുതിയതായിട്ട് നമ്മുടെ നിരത്തുകളിൽ ഇറങ്ങാൻ പോകുന്ന പുതിയ കളറിലും ഭാവത്തിലും ഒക്കെ ഉള്ള ഗജവീരന്മാർ. നമ്മുടെ മോട്ടോ എക്സ്പോയുടെ പ്രധാനപ്പെട്ട കാഴ്ചകൾ നമ്മൾ ഇവിടെ ചുരുക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തൊരു വിശേഷമായിട്ട് കാണാം. ബൈ.